നമസ്കാരം. ചോറ്റാനിക്കരയിൽ 20 വർഷമായി പൂട്ടിക്കിടന്ന വീടിനുള്ളിലെ ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികൂടവും കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. ഫ്രിഡ്ജിനുള്ളിൽ കവറിനുള്ളിലാക്കിയ നിലയിലാണ് തലയോട്ടിയും അസ്ഥികളും കണ്ടെത്തിയത്. 20 വർഷമായി അടഞ്ഞുകിടക്കുന്ന കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ വീട്ടിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. കൊച്ചിയിൽ താമസിക്കുന്ന ഡോക്ടർ ഫിലിപ്പ് ജോണിൻ്റേതാണ് വീട്. കൊലപാതകമെന്ന സംശയം ഉയർന്നിരുന്നുവെങ്കിലും മറ്റ് സാധ്യതകളിലേക്കാണ് ഇപ്പോൾ സംശയങ്ങൾ എത്തി നിൽക്കുന്നത്. കണ്ടെത്തിയ തലയോട്ടിയും അസ്ഥികളും പഠന ആവശ്യത്തിന് ഉപയോഗിച്ചതാകാമെന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. മനുഷ്യൻ്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ച ശേഷം വീട്ടുടമയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദമായി മൊഴിയെടുക്കും. എരുവേലി പാലസ് സ്ക്വയറിൽ 20 വർഷത്തോളമായി ആൾതാമസമില്ലാത്ത വീട്ടിലെ ഫ്രിഡ്ജിൽ നിന്നും മനുഷ്യന്റെ തലയോട്ടിയും അസ്ഥികളും ഇന്നലെ വൈകിട്ടാണ് കണ്ടെത്തിയത്. തലയോട്ടിയും വാരിയെല്ലുകളും അടക്കമുള്ള വലിയ അസ്ഥികൾ ഒരു ചാക്കിലും ചെറിയ അസ്ഥികൾ മറ്റൊരു ചാക്കിലുമായിരുന്നു. കൈവിരലുകളുടെ അസ്ഥികൾ പ്ലാസ്റ്റിക് കവറിൽ പ്രത്യേകം പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നു. നട്ടലിന്റെ കശേരുക്കൾ നൂല് കോർത്ത കെട്ടിവെച്ച നിലയിലും. ഇവയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇവ വിശദമായ പരിശോധനയ്ക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് അംഗം പരാതി അറിയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അസ്ഥികൾ എങ്ങനെ വീടിനുള്ളിൽ എത്തി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ച ശേഷം വീട്ടുടമയുടെ പോലീസ് വിശദമായി ചോദിച്ചറിയും. മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലാണ് അസ്ഥികൾ സൂക്ഷിച്ചിരുന്നത്. നട്ടലടക്കമുള്ള അസ്ഥികൾ കോർത്തിട്ട രീതിയിലായിരുന്നു. മനുഷ്യന്റെ തലയോട്ടിയാണെന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയ തലയോട്ടിക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. കാൽമുട്ടിലെ ചിരട്ടകൾ പൊടിഞ്ഞുപോയ നിലയിലായിരുന്നു. വീട്ടിൽ വൈദ്യുതി കണക്ഷനോ ഫ്രിഡ്ജിൽ കംപ്രസറോ ഉണ്ടായിരുന്നില്ല. ഏകദേശം 20 വർഷത്തോളമായി ഈ വീട് അടഞ്ഞുകിടക്കുകയാണ്. 15 വർഷം മുൻപ് വരെ സ്ഥലത്തെത്തി പരിശോധിക്കുമായിരുന്നു. പിന്നീട് തിരക്കായപ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് വരാതെയായി. ഇതോടെ ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ കുത്തകയായി മാറി. ശല്യം സഹിக்க വയ്യാതെ നാട്ടുകാർ ചേർന്ന് പരാതിപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് മെമ്പറുടെ ആവശ്യപ്രകാരം പോലീസ് വീടിനുള്ളിൽ പരിശോധന നടത്തിയത്. തലയോട്ടിക്ക് എത്ര പഴക്കമുണ്ട് എന്നതുൾപ്പെടെയുള്ള കൃത്യമായ വിവരം പോലീസിന് നിലവിൽ ലഭിച്ചിട്ടില്ല. ചോറ്റാനിക്കര SHOയുടെ നേതൃത്വത്തിലാണ് പോലീസ് അന്വേഷണം നടത്തിവരുന്നത്.